സേവനം നടത്തുമ്പോൾ കൊടിയുടെ ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? സേവനം നടത്തുമ്പോൾ കൊടിയില്ലാതെ തന്നെ വലിയ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അപ്പോൾ ഈ കൊടിയും ബാനറും എന്നുള്ളതിൽ അതിൽ അങ്ങനെ ഒരു ചോദ്യം വലിയ പ്രവർത്തനമായി ഞങ്ങളെ വിലയിരുത്തപ്പെടുകയും ജനം ഇത് തരികയും ചെയ്യുന്നത് കൊടിയും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ആയിരുന്നേ. ഞങ്ങൾക്ക് മുമ്പ് പറയട്ടെ, വിതരണം ചെയ്യുമ്പോഴും അതെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം എന്ന നിലയിൽ ഞങ്ങൾ കൊടിവെച്ച് ഞങ്ങളിത് വിതരണം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ബ്രെയിൻ ചൈൽഡാണ്, ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണ്, ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഞങ്ങളിവിടെ കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിരോധിത സംഘടനയൊന്നും അല്ല. ഈ പറയുന്നവരാരാണ്? ശരത്തിൻ്റെയും എൻ്റെയും ഈ നാട്ടിലുള്ളവരുടെയും ഖജനാവിൽ നിന്ന് പണമെടുത്ത് സൗജന്യ ബസ് കൊടുത്തിട്ട് ആ ബസ്സിൽ പ്രിയദർശിനി അച്ചടിച്ച് വെച്ചവരല്ലേ? അല്ലേ? നിങ്ങൾ പറയുമ്പോൾ ഒരു യുക്തി വേണ്ടേ? നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഇട്ടിട്ട് അതിലെല്ലാ ബസ്സിലും എഴുതി പിടിപ്പിച്ചില്ലേ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രിയദർശിനി ബസ്, പ്രിയദർശിനി ഇതെന്ന്? എന്തിനാ അത് ബ്രാൻഡിങ് അല്ലേ? അത് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നല്ലേ? അവർ വന്നിട്ട് ഒരു സംഘടന മാന്യമായി മര്യാദയ്ക്ക് കുറേ കാലമായി വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ അവരുടെ കൊടി വെച്ച് പോയി. അയ്യോ, എന്താ നിരോധിത സംഘടനയാണോ ഡിവൈഎഫ്ഐ? ഇനി ഞങ്ങൾക്ക് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മുസ്ലിം ലീഗിനെ നിങ്ങളിവിടെ ഉദ്ധരിച്ചു. മുസ്ലിം ലീഗ് പലയിടത്തും ഇത് വിതരണം ചെയ്യുന്നു. അവിടെ യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പതാക വെക്കാറുണ്ട്. സേവാഭാരതി വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. അവർ കൊടി വയ്ക്കുന്നുണ്ട്, ബോർഡ് വയ്ക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും എതിർത്തോ? ഞങ്ങൾക്ക് BJPയോട് രാഷ്ട്രീയ എതിർപ്പുണ്ട്. പക്ഷേ കേരളത്തിൽ LDF അധികാരത്തിലിരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊന്നും വെച്ചിവിടെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളാരെങ്കിലും ഞങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്തോ? ഞങ്ങളെല്ലാം ഈ മാനസിക നില തെറ്റി ഇടപെട്ടോ? നിങ്ങൾ പറ. അപ്പോൾ ഇത് എന്താണ് ആ സംഘടനയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യും. അതിനെന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിൽ ഈ വരുന്ന ആളുകളെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ കയറ്റില്ല എന്ന് പറയും. എന്താണ് വിട്ടിത്തം പറയുന്നത്? അതാണ് ഞാൻ മാനസിക നില പരിശോധിക്കുന്നത് പറയുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരുപാട് ആംബുലൻസ് ഉണ്ട്. ഡിവൈഎഫ്ഐ ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ രോഗിയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ കയറ്റില്ല എന്ന് പറയോ? ഡിവൈഎഫ്ഐ ഉണ്ടെന്നേ, ലീഗ് ഉണ്ടെന്നേ, BJP ഉണ്ടെന്നേ, വേറെ പല യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്നേ. ഞങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറയാണ് ആശുപത്രി കാമ്പൗണ്ടിൽ ഇങ്ങനെ യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയൊക്കെ പതിപ്പിച്ച ആംബുലൻസ് കൊണ്ടിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിരഹിതമാണത്? അതാ ഞാൻ പറഞ്ഞത്. ഭാവിയിൽ ഈ ഞങ്ങൾ ഈ രക്തദാനത്തെ എന്ത് ചെയ്യും? ഡിവൈഎഫ്ഐക്കാരൻ്റെ രക്തം വേണ്ട. ഡിവൈഎഫ്ഐക്കാരൻ ഡിവൈഎഫ്ഐയുടെ ബാഡ്ജ് വെച്ച് ഹോസ്പിറ്റലിനകത്ത് ഞങ്ങളൊരു രക്തദാന ക്യാമ്പ് നടത്തി. ആ രക്തദാന ക്യാമ്പിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങളിത് കൊടുക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം ശ്രീ കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹം ആരോഗ്യമന്ത്രിയാണല്ലോ. രക്തദാനത്തെ ജനകീയമാക്കിയ സംഘടന ഡിവൈഎഫ്ഐ ആണ്. ഞങ്ങൾ അതിന് ശേഷം ഏറ്റെടുത്ത ക്യാമ്പയിൻ ഇപ്പോൾ കൂടുതൽ ജനകീയമാകുന്നു. അത് അവയവദാനത്തിൻ്റെ ക്യാമ്പയിനാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരാൾ രക്തദാനത്തിന് സന്നദ്ധനാകുന്നു. അവൻ ആ ബാഡ്ജൊക്കെ കുത്തി വന്നിട്ട് രക്തം കൊടുക്കുന്നു. ഇത് എടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം ഉത്തരവിടോ? ഞങ്ങൾ അവയവദാനത്തിൻ്റെ ക്യാമ്പയിൻ, ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ എല്ലാ ക്യാമ്പയിനുകളിലും പരിപാടികളിലും ഗ്യാതറിങ്ങിലും ഞങ്ങൾ അവയവദാനത്തിൻ്റെ സമ്മതപത്രം ഏറ്റുവാങ്ങാറുണ്ട്. അങ്ങനെ ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ നടത്തി അവയവദാനത്തിൻ്റെ സമ്മതപത്രം വാങ്ങി. ആ അവയവദാനത്തിൻ്റെ സമ്മതപത്രവുമായിട്ട് വന്നാൽ ആ അവയവം സ്വീകരിക്കരുത് എന്ന് ആരോഗ്യമന്ത്രി പറയോ? ഇത് എന്താണ് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അല്പം എന്താ പറയുക, ഞാനത് എൻ്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കുകയാണ്. അത് ശരിയല്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അദ്ദേഹം ദയവായി കാണണം. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എല്ലാവരും ഒരു സംഘടനയുടെ ഐഡൻറ്റിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. എന്നെ ഇന്നിപ്പോൾ പേരൂർക്കര ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി എനിക്കിപ്പോൾ ഒരു വിഷ്വൽ അയച്ചത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ. എന്താ അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ഇന്നലെ NGO അസോസിയേഷൻ അവരുടെ കൊടിയും ഐഡൻറ്റിറ്റിയും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഡയപ്പർ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവനയച്ചു. ഞങ്ങളതിനെ എതിർക്കുന്നില്ല, ഞാൻ എന്നെ മോശപ്പെടുത്താൻ പറയുന്നതല്ല. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അങ്ങനെ പബ്ലിക് പാർട്ടിസിപ്പേഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പാക്കിക്കൊണ്ടും മാത്രമാണ് കേരളം ഇന്ന് വരെ നേടിയ എല്ലാ നേട്ടവും നേടിയിട്ടുള്ളത്. എല്ലാ നേട്ടവും. അതിനെ മനസ്സിലാക്കാതെ ഈ പദ്ധതിയുടെ ഒരു ജനാധിപത്യ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ ഒരു കരുത്തുണ്ട് അല്ല, അതിൻ്റെ പൊളിറ്റിക്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ അധികാരത്തിൽ അന്ധത ബാധിച്ചു അദ്ദേഹം ഇത് പറഞ്ഞതാണ്. അത് ജനം വിലയിരുത്തും.